മോളെ നീ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? നമുക്ക് എന്തെങ്കിലും വഴി കാണാം. നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കുന്ന കാര്യമല്ല. എന്നാലും അമ്മയൊന്ന് നോക്കട്ടെ, നീ വിഷമിക്കാതിരിക്കെ. മോളെ നിനക്ക് ആ പുസ്തകം മേടിക്കാൻ ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിക്കും. പറയടി. എന്തായി? ഒന്നും ആയില്ല. എനിക്ക് പഠിക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ അവസ്ഥ നിനക്കറിയാലോ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നീ വിഷമിക്കാതിരിക്കുക, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും, നമുക്ക് നോക്കാം. എന്നാടി? എടി, നീ ഡി ഡി മച്ചാന്റെ പുതിയ വീഡിയോ കണ്ടായിരുന്നോ? ഇല്ല. എന്നാ? അതൊന്ന് എടുത്ത് കണ്ടു നോക്ക്. എന്തിനാടി? എടി, നീ അതൊന്ന് കാണാ. ആ ശരി, ഞാൻ കണ്ടിട്ട് തന്നെ വിളിക്കാം. ഹലോ മച്ചാന്മാരെ, ഞാൻ നിങ്ങളോട് ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നിങ്ങളൊക്കെ ഒരുപാട് ഭയങ്കര വിദ്യാഭ്യാസം നേടിയ ആൾക്കാരാണോ, അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്നവരായിരുന്നോ നിങ്ങൾ? ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മളെപ്പോഴും ബാക്ക് ബെഞ്ചേഴ്സ്, ആ ഒരു ലെവലായിരുന്നു. പിന്നെ പേരൻസിൻ്റെ പ്രാർത്ഥന കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും BCA വരെ പഠിച്ചു. അതിനുശേഷം ഇപ്പോൾ എന്താ പറയുന്നത്, ഇതുപോലെ US പോലൊരു കൺട്രിയിൽ ദൈവാനുഗ്രഹം കൊണ്ട് എത്തിപ്പെട്ടതാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു ദൈവാനുഗ്രഹം കിട്ടണമെന്നില്ല. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളും ഉണ്ടാവും, മോശമായിട്ട് പഠിക്കുന്ന കുട്ടികളും ഉണ്ടാവും, അല്ലേ? പക്ഷെ നമുക്ക് അന്ന് അത് സാധിക്കാതെ പോയത് ഒരുപക്ഷെ നമ്മുടെ കയ്യിലെ കുഴപ്പം കൊണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരെ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം, അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലൊരു ബുക്കുണ്ട്. അതായത് ഈ ബ്രില്യൻറ്റിൻ്റെ MBBS പഠിക്കാൻ എൻട്രൻസ് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ബുക്കാണ്. അപ്പോൾ അത് വന്നിട്ട് ഇപ്പോൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേർക്ക് അറിയാം അത് എന്തുമാത്രം ഒരു വിലയുള്ളതാണ് അല്ലെങ്കിൽ വാല്യൂ ഉള്ളതാണെന്ന് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ ഈ ഒരു ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി ആഗ്രഹിച്ചിട്ട് നടക്കാതെ നിൽക്കുന്ന ആരെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ഈ ബുക്ക് ആ കുട്ടികൾക്ക് കൊടുക്കാം. അപ്പം ഇത് ബ്രില്യൻറ്റിൻ്റെയാണ്, എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ബുക്കാണ്.
മരുമോളല്ലേ? അതെ. ഞാൻ ഈ ബോക്സ് മോളെ ഏൽപ്പിക്കാൻ വന്ന. ഇതിലെന്താ? തുറന്നു നോക്കുമ്പോൾ മനസ്സിലാവും. ഹലോ ഡീ, ഇവിടെ ഇന്നൊരു സംഭവം ഉണ്ടായി. അവര് വന്നു, എനിക്ക് ബുക്കൊക്കെ കൊണ്ടു തന്നു. ആര് വന്നു? എന്താ നീ പറയുന്നേ? ഡീ, നീ അന്ന് പറഞ്ഞില്ലേ DD മച്ചാന്റെ വീഡിയോ കാണാനും അവരെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ പറഞ്ഞില്ലേ? അവര് റിപ്ലൈ ഒന്നും തന്നില്ലെന്നല്ലേ നീ അന്ന് എന്നോട് പറഞ്ഞേ? ആടി, പക്ഷെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇന്നവരോട് വന്നിരുന്നു, എനിക്ക് ബുക്കൊക്കെ കൊണ്ടു തന്നു. എനിക്ക് ഒരുപാട് സന്തോഷായി. ഞാൻ നിന്നോട് എപ്പോഴും പറയാറില്ലേ, കഷ്ടപ്പെടുന്നവരുടെ ജീവിതത്തിൽ ദൈവം ഏതെങ്കിലും രൂപത്തിൽ വരുമെന്ന്. എന്തായാലും ഇപ്പൊ നിനക്ക് സന്തോഷായില്ലേ? എനിക്കിപ്പോ സന്തോഷായി, ഒരുപാട് സന്തോഷായി. കാരണം ഞാൻ അതുപോലെ ആഗ്രഹിച്ചതാ. എനിക്കിതൊന്നും വാങ്ങാനുള്ള നിർവാഹം ഉണ്ടായിരുന്നില്ലല്ലോ. ദൈവം എനിക്കത് കൊണ്ടു തന്നു. ഇതിന് കാരണക്കാരായിട്ടുള്ളവരാരായാലും അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാലും അതാരായിരിക്കും?